മൂന്നര പതിറ്റാണ്ടിന്റെ പ്രൗഢഗംഭീരമായ പാരമ്പര്യമുണ്ട് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്. ബ്രില്യന്റിന്റെ ആദ്യകാല ചരിത്രം നമ്മൾ റോയ് തോമസ് സാറിൽ നിന്നും ചോദിച്ചറിഞ്ഞു ആദ്യ വീഡിയോയിൽ. ഇനി നമുക്ക് ചോദിച്ചറിയാം പാലാ ബ്രില്യന്റിന്റെ നിർണായകമായ നാഴികക്കല്ലുകൾ. റോയ് തോമസ് സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. മലയാളികളുടെ IIT സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ IIT കോച്ചിങ് ആരംഭിച്ചതോടുകൂടിയാണ്. ഇതേ കാലയളവിൽ നമ്മൾ ആരംഭിച്ച എയിംസ് ബാച്ചുകളെ കുറിച്ച് സാർ വിശദമാക്കാമോ? ഞാൻ നമ്മുടെ ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 2012 നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചസ് എന്ന പേരിൽ ബാച്ചസ് ആരംഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ എയിംസ് ബാച്ചസ് എന്ന പേരിൽ, എയിംസ് ബാച്ചസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നീറ്റ് ഒറ്റ എക്സാം ആണ്, അന്ന് പല എക്സാം ഉണ്ടായിരുന്നു. എയിംസിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്നത്തെ ഏറ്റവും എലൈറ്റ് ക്ലാസ്സിൽ പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് എയിംസ് ആണ്. അപ്പം നമ്മൾ ആ പേരിൽ എയിംസ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് വന്നതോടുകൂടിയാണ് നമുക്ക് കൂടുതൽ ഒരു സ്വീകാര്യത. അതുവരെ നമുക്ക് 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ടായിരുന്നു. അതേപോലെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുക. 10 കഴിഞ്ഞ് +1 കയറുന്നവർക്ക് അതിന് +1 കോഴ്സിൻ്റെ എൻട്രൻസ് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് മാറ്റി നമ്മുടെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കോഴ്സസ് വന്നപ്പോഴത്തേക്കും അതിന് വലിയ പ്രസക്തി ഇല്ല. അപ്പോഴാണ് ജോർജ് സാറിൻ്റെ തലയിലാണ് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ഐഡിയാസ് ഒക്കെ എപ്പോഴും ഏറ്റവും ആദ്യം വരുന്നത് ജോർജ് സാറിൻ്റെ അടുത്താണ്. സാർ എന്നോട് ഒരു ദിവസം എന്നെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം മാന്നാനത്ത് മുല്ലശ്ശേരി അച്ഛൻ പ്രിൻസിപ്പളായി വന്ന കാലത്താണ് നമ്മൾ IIT ബാച്ചസ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ എയിംസ് ബാച്ചസ് എന്നത് ഇന്ന് നമ്മൾ നീറ്റാണ് ഇന്നത്തെ മെയിൻ എക്സാം എങ്കിലും നമ്മൾ എയിംസ് ബാച്ച് എന്നുള്ള പേര് ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. കാരണം എപ്പോഴും എയിംസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു സ്വപ്നമാണല്ലോ. അഡ്മിഷൻ കിട്ടുക ഒരു സ്വപ്നമാണ്. ഇന്ന് നമുക്ക് അത് ആദ്യം മാന്നാനത്തായിരുന്നു, പിന്നെ നമ്മൾ ചാവറ സ്കൂളിൽ തുടങ്ങി ആനക്കല്ല് എല്ലാ സ്കൂളുകൾക്ക് അവരുടെ സ്കൂളിലെ ടൈം ടേബിളിന് കുഴപ്പം വരാത്ത രീതിയിൽ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞു അതിനുള്ള സമയത്ത് അവർക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ സ്കൂളുകൾക്കടുത്ത് നമ്മൾ സെൻറ്ററുകൾ എടുത്തിട്ട് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ പ്രശസ്തമായ സ്കൂളുകളും ബ്രില്യൻറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. അവരുടെ ക്യാമ്പസിനടുത്ത് നമ്മുടെ ഒരു കോച്ചിങ് സെൻറ്റർ തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് എയിംസ് ബാച്ച് IIT എയിംസ് ബാച്ചുകൾ അവർക്ക് ഇപ്പം നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. IIT എയിംസ് ബാച്ച് എന്നാണ് പറയുന്നത്, ഒറ്റ ഇതിലാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാന സ്കൂളുകളുടെയും അടുത്ത് നമുക്ക് ക്യാമ്പസുകളുണ്ട്. നമ്മൾ IIT എയിംസ് കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ബാക്കിയുള്ള സ്കൂളുകൾ ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സിനെ നിരന്തരമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനത്തെ അവരുടെ സ്കൂളിനടുത്ത് ഇതുപോലുള്ള കോച്ചിങ് സെൻറ്റർ സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രധാന നാഴികക്കല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വാരി നൽകുന്നത് അതാണ് തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പം നീറ്റിൻ്റെ നമ്മുടെ കേരള ഫസ്റ്റ് റാങ്ക് വന്നില്ലേ നമ്മുടെ ക്ലാസ്സിലെ വെച്ച്, അതുപോലെ എല്ലാ തരത്തിലും നമുക്ക് പ്രശസ്തി തരുന്നു. നമ്മളെപ്പോഴും പറയുന്നത് സൃഷ്ടാവിൻ്റെ മഹത്വം സൃഷ്ടിയാണ്. ഒരു കലാകാരനെ മഹാനാക്കുന്നത് അയാളുടെ സൃഷ്ടികളാണ്. അപ്പം ബ്രില്യൻറ്റിൻ്റെ സൃഷ്ടികളാണ് ഇവരെല്ലാവരും. അപ്പം ബ്രില്യൻറ്റിനെ മഹത്വപ്പെടുത്തുന്നത് ഈ സൃഷ്ടികളാണ്, ഈ ആളുകളാണ് ബ്രില്യൻറ്റിനെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് നിസ്സംശയം കാണാനായിട്ട് പൊതുജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ബ്രില്യന്റ് എത്തുന്നതിൽ എത്രമാത്രം ഈ ബുക്ക്ലെറ്റുകളും ബ്രോഷറുകളും പരസ്യങ്ങളും നിർണായകമായി? അത് തീർച്ചയായിട്ടും ബുക്ക്ലെറ്റുകളും പരസ്യങ്ങളും ഒക്കെ നിർണായകമാണ്. പക്ഷെ നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് കാണിച്ചു. അതിൽ ബ്രില്യൻ്റ് ആദ്യമായിട്ട് ചെയ്തിരുന്നത് ഈ ലെറ്ററുകൾ കുട്ടികളുടെ ലെൻഡിലെടുത്ത് അതുപോലെ പോസ്റ്റ് കാർഡിലും ഒക്കെ ലെറ്ററുകൾ കുട്ടികളുടെ അത് കോളേജുകളിൽ പോയി അഡ്രസ്സ് എടുത്ത് വീടുകളിലേക്ക് അയക്കായിരുന്നു. അതായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ആദ്യത്തെ പരസ്യോപാധി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാനുള്ള ഒരു ടെലിഫോൺ എടുക്കാൻ പോലും ആദ്യകാലത്ത് നമുക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ വളരെ നേരത്തെ തന്നെ ടെലിഫോൺ ലാൻഡ് കണക്ഷൻ എടുത്തു. അതെല്ലാം ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഒരു ബ്രില്യൻ്റ് ഡയറക്ടേഴ്സ് ചെയ്തു. പക്ഷെ അങ്ങനെ എടുത്തപ്പം പലർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ സൃഷ്ടാവിൻ്റെ മഹത്വമാണ്. മൗത്ത് പബ്ലിസിറ്റി തന്നെയായിരുന്നു. വായ്മൊഴിയായിട്ട് നമ്മുടെ മഹത്വം സ്റ്റുഡൻസിൽ നിന്ന് സ്റ്റുഡൻസിലേക്ക് പോകുമായിരുന്നു, അവരവരുടെ പേരൻസിൽ നിന്ന് പേരൻസിലേക്കും. അപ്പം അവരായിരുന്നു ബ്രില്യൻറ്റിൽ പഠിച്ചു പോയ ബ്രില്യൻറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ മനസ്സിൽ. ഇന്നും അങ്ങനെ തന്നെയാണ്. അവരാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്.
പക്ഷെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പത്രത്തിൽ ഫുൾ പേജ് പരസ്യമൊക്കെ നമ്മൾ വരുന്നുണ്ട്. പക്ഷെ അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. ഒരു കാലത്ത് നമുക്ക് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തും ബെർലിൻ്റെ പരസ്യം തരുന്നിരുന്നത് ബെർലിൻ്റെ സ്റ്റുഡൻസും അവരുടെ പേരൻസും ആയിരുന്നു. ഇവിടെ ഒരാൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫാമിലി അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എവിടെയൊക്കെ ആളുണ്ടോ അവരൊക്കെ ഇതിലേക്ക് ബ്രില്യൻറ്റിലേക്ക് തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പം ബ്രില്യൻറ്റിൻ്റെ പബ്ലിസിറ്റി അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ബ്രോഷറും ബുക്ക്ലെറ്റുകളും ബ്രോഷറിന് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പണ്ട് ഇന്നിപ്പം ഓൺലൈനാണ്, ഇപ്പം നമ്മൾ ബ്രോഷറിന് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പണ്ട് എല്ലാവരും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുക്കുമായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ ബ്രോഷറും നമ്മൾ കൊടുത്തു വിടുമായിരുന്നു. 30,000 കോപ്പിയൊക്കെ ആയിരുന്നു നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമുക്ക് ബ്രോഷറിൻ്റെ എല്ലാം ഇന്റർനെറ്റിലാണ് PDF കോപ്പികൾ സെർച്ച് ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ബ്രോഷർ കിട്ടും. അപ്പം പിന്നെ നമ്മളങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ വരുന്നത്. ഓരോ വർഷവും ബ്രില്യൻറ്റിന്റെ റിസൾട്ട് വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം അപ്ഡേറ്റഡ് ആകുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. സർ, ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യകാലം മുതൽ ഒരു വർഷം നമ്മൾ ബ്രില്യൻ്റ് ഇറക്കുന്ന നോട്ട് ആ ഒരു വർഷത്തേക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തുടങ്ങിയ നമ്മൾ ബ്രില്യൻ്റിൽ എന്നാണ് നമ്മൾ ആരംഭം മുതൽ നോട്ട് പിള്ളേർക്ക് കൊടുക്കാൻ തുടങ്ങി അന്ന് മുതൽ ബ്രില്യൻ്റ് കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം. ഒരിക്കലും 10 കൊല്ലത്തേക്കുള്ള നോട്ട് അടിച്ച് കെട്ടിവെച്ചിട്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് കൊടുക്കുക. ഓരോ വർഷം അപ്ഡേഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വ്യത്യാസമായിട്ട് വരുന്നത് ഇത് തന്നെയായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ സൈക്ലോസ്റ്റൈൽ ചെയ്യുന്ന പാലായിലെ ടൗൺ സ്റ്റാൻഡിന് എതിർവശത്ത് ഒരു കെട്ടിടത്തിൻ്റെ 4ാം നിലയിലായിരുന്നു ഈ സൈക്ലോസ്റ്റൈൽ ചെയ്യുന്ന സ്ഥാപനം ഉള്ളത്. അവിടെ പോയി നോട്ട് അവർ ഇതെല്ലാം കറക്കി അത് ഒരു 500 പിള്ളേരുണ്ടെങ്കിൽ 500 കോപ്പി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മേത്തൊക്കെ ഒരുതരം കരിയാവും. പിന്നെ അതും ചുമന്നുകൊണ്ട് എറണാകുളത്തിന് വരണം, അല്ലെങ്കിൽ ബസ്സൊക്കെ കയറ്റി കൊണ്ടുവരണം. ഓട്ടോ പിടിക്കാനുള്ള സാമ്പത്തികമൊന്നും ആകുന്നതിന് മുമ്പ്. അപ്പം അതും വന്ന് അപ്പോൾ അവിടെ നിന്നായിരുന്നു. പക്ഷെ അന്ന് പോലും നമ്മൾ ഒരു വർഷത്തേന് മുന്നേ പിറ്റേ വർഷം ഉപയോഗിച്ചത് എല്ലാ വർഷവും നമ്മൾ അതാണ് ബ്രില്യൻറ്റിൻ്റെ. കാരണം ഈ വർഷം വരുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ പാറ്റേണും അതിൻ്റെ രീതിയിലുള്ള അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഏത് പാറ്റേണിലാണ് ചോദിക്കുന്നത്, ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, അതെല്ലാം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇന്നിപ്പോൾ നമുക്കതിന് ടീം തന്നെയുണ്ട്. ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒരാൾ ഒരു ടീം നോട്ട് പ്രിപ്പയർ ചെയ്താൽ വേറൊരു ടീം അത് കറക്റ്റ് ചെയ്യാനുണ്ട്. റിസർച്ച് വിങ് തന്നെയുണ്ട് നമുക്കിപ്പം. അതുപോലെ നമ്മുടെ എമിനന്റ് പ്രൊഫസേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരണമെങ്കിൽ ആരെങ്കിലും പറയില്ല. അപ്പം അതിൻ്റെ സബ്ജക്റ്റിൽ ഡീപ്പ് നോളജ് ഉള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കത്തുള്ളൂ. അപ്പം അതാണ് ഒരു ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച്. ഇന്നിപ്പോൾ നമ്മളെല്ലാം പ്രിന്റ് ചെയ്ത് പുസ്തകം ആക്കിയിട്ട് എല്ലാം കൊടുക്കുന്നു. അതുപോലെ തന്നെ പുതിയ എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണോ അതൊക്കെ നമുക്ക് എടുക്കാം. നമ്മുടെ ഹോസ്റ്റൽസ് ഒക്കെ എല്ലാം വൈഫൈ ഹോസ്റ്റൽസ് ആണ്. അപ്പോൾ അതിലെല്ലാം കാമ്പസ് വൈഫൈ കാമ്പസ് ആണ്. അപ്പം പിള്ളേർക്ക് ഇന്നിപ്പോൾ എല്ലാ തരത്തിലും ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യം പോലുമില്ല. പക്ഷേ ഈ ഒരു നമ്മൾ വന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. സാറിന്റെ അഭിപ്രായത്തിൽ ഏത് കാലയളവാണ് ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അതിന് ആദ്യം എനിക്ക് പറയാൻ പറ്റുന്ന ആൻസർ ബ്രില്യൻറ്റിന് എല്ലാ കാലവും സുവർണ്ണ കാലഘട്ടമായിരുന്നു. കാരണം ആദ്യത്തെ ഞാൻ പറഞ്ഞ അൽഫോൻസ കോളേജിന് എതിർവശത്തുള്ള ആ ചെറിയ 5 സെന്റ് സ്ഥലത്തെ കാമ്പസിൽ ഉണ്ടായിരുന്നപ്പം പോലും ബ്രില്യൻ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ബാച്ച് തുടങ്ങിയിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ കസേരയുമായിട്ട് പേരൻസ് വരുന്ന ഒരവസ്ഥ വരെ സീറ്റിലെന്ന് വന്നപ്പോൾ. അപ്പം ബ്രില്യൻറ്റിന് എല്ലാ കാലവും സുവർണ്ണ കാലഘട്ടമായിരുന്നു. പക്ഷെ 1984 മുതൽ ഒരു 2000 വരെയുള്ളത് വളർച്ചയുടെ ഒരു കാലമായിരുന്നു. 1984 മുതൽ 2000 വരെയുള്ളത് ഒരു കാമ്പസിൽ നിന്ന് മറ്റേ കാമ്പസിലേക്ക് വളരുന്നു, അവിടുന്ന് അടുത്ത ഒരു മറ്റൊരു കാമ്പസിലേക്ക് വളരുന്നു. ഇങ്ങനെ ഒരു വളർച്ചയുടെ കാലമായിരുന്നു 84 മുതൽ 2000. 2000 മുതൽ 2019 വരെ ഒരു അത്ഭുതകരമായ ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. അതിന് ഞാൻ ഒരു നമ്മളൊരു സുവർണ്ണ കാലഘട്ടം എന്ന് എഴുതണമെന്ന് പറയുകയാണെങ്കിൽ ഞാനത് പറയും 2010 മുതൽ 2019 വരെയാണ്. 2005 ഓഫ്കോഴ്സ് നമുക്ക് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടി, ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടി, നിനോയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അതുണ്ട്. പക്ഷെ 2007 നമ്മൾ മൊത്തോലിയിലെത്തി. പക്ഷെ 2010 മുതൽ 2019 വരെയാണ് ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം നമ്മൾ
മുത്തോലിയിലെ എക്സ്പാൻഡഡ് ക്യാമ്പസ് ബി ബ്ലോക്ക് സി ബ്ലോക്കിലേക്കൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 2012 ആയപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റൽസ് വരുന്നു, റെസിഡൻഷ്യൽ ബാച്ചസ് വരുന്നു, എറണാകുളം ക്യാമ്പസ് വരുന്നു. 2019 ആയപ്പോൾ ട്രിവാൻഡ്രം ക്യാമ്പസ് വന്നു, തൃശ്ശൂർ ക്യാമ്പസ് വന്നു. അപ്പോൾ 2010-19 തീർച്ചയായിട്ടും നമുക്ക് ഒരു സുവർണ്ണ കാലഘട്ടമായിട്ട് പറയുന്നത്. നിരവധി അതുവരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും വലിയ വാഹനങ്ങളില്ലായിരുന്നു. ഈ 2010-19 കാലയളവിലാണ് ബസ്സുകൾ, എത്രയോ ബസ്സുകളാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അതുപോലെ ബാക്കി ചെറിയ വണ്ടികൾ എല്ലാം, ക്യാൻറ്റീന്, ഏറ്റവും നല്ല ക്യാൻറ്റീൻസ്, അതുപോലെ ഹോസ്റ്റൽസ്, ഇതെല്ലാം ഈ ഒരു കാലയളവിലാണ്. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും 2010-19. പിന്നെ 2019-2021 എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അത് നമുക്ക് ഒരുപക്ഷെ ഭാവിയിൽ ഒരാളോട് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ 2019-2021 കൂടി സുവർണ്ണ കാലഘട്ടത്തിൽ വരുമായിരിക്കും. കാരണം അതുപോലുള്ളൊരു നമുക്ക് ആ ഒരു പീരീഡിൽ അത് ഗ്രോത്ത് മാത്രമല്ല, നമ്മൾ ഓൺലൈൻ പോസിബിലിറ്റീസ് നമുക്ക് എന്തുമാത്രം ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്ന് കൂടി മനസ്സിലാക്കിയതാണ് 2019-2021 വർഷങ്ങളിൽ. കോവിഡ് കാലഘട്ടം ലോകം മുഴുവൻ പകച്ചുപോയ ഒരു സമയം. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു കാലഘട്ടം. ഓഫ്ലൈൻ മോഡിൽ നിന്നും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന് ഓൺലൈൻ മോഡിലേക്കുള്ള ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. അതിനൊരു പെട്ടെന്ന് നമുക്കൊരു ആൻസർ പറയാനായിട്ട് പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ആദ്യം ഒന്ന് പകച്ചു പോയെന്നുള്ളത് നേരെ തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം മുഴുവൻ ഒരു 4-5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ആ ന്യൂ നോർമൽ എന്ന സങ്കല്പം, അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ തീർച്ചയായിട്ടും അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ നമ്മൾ വിജയകരമായിട്ട് അത് അതിജീവിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ജോർജ് സാറും സ്റ്റീഫൻ സാറും ഒരു ടീമുണ്ടല്ലോ, അവർ നമ്മുടെ ഡയറക്ടർമാർ സെബാസ്റ്റ്യൻ സാർ, സന്തോഷ് സാർ, വലിയൊരു ടീം, അവരുടെ ഒരു കൂട്ടായ പരിശ്രമം, അതിൽ ജോർജ് സാറിൻ്റെ അഡ്വഞ്ചറസ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതിനെ അതിജീവിക്കാൻ ആയിട്ട് സാധിച്ചു. നമ്മൾ പെട്ടെന്ന് സ്റ്റുഡിയോസ് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും വിഷമിച്ചിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സ്റ്റുഡിയോകൾ സെറ്റ് ചെയ്ത്, അന്ന് നമുക്ക് സ്റ്റുഡിയോ സെറ്റ് ചെയ്തത് AC ഒന്നും ഇല്ലാത്ത റൂമിലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും വേറത്തെ തലം മുതൽ പാദം വരെ വേർത്ത് എഴുതുന്ന ഒരവസ്ഥയിൽ നമ്മൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇന്നിപ്പോൾ നമുക്ക് 10-40-ലധികം പക്കാ സ്റ്റുഡിയോസ്, AC സ്റ്റുഡിയോസ്, സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ക്യാമറ പീപ്പിൾ ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിസ്റ്റം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓൺലൈൻ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. അതിനുള്ള ഉദാഹരണമാണ് എഞ്ചിനീയറിംഗിലും മെഡിക്കലിലും ഏറ്റവും മികച്ച വിജയമാണ് അപ്പം വളരെ എഫക്റ്റീവായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നൊരു കാലഘട്ടവുമായിരിക്കുന്നത്. കാരണം നമുക്ക് ഹോസ്റ്റലിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ല, അഡ്മിഷൻ കൊടുക്കാനുള്ള നമ്മുടെ ക്ലാസ് റൂമിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഒരു ഗ്ലോബൽ ആക്സസ് നമുക്ക് കിട്ടി. അത് ഗ്ലോബലി ബ്രില്യൻറ്റ് കോമ്പറ്റീറ്റീവ് ആയി. അപ്പോൾ ഈ അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ഇത് കൊറോണ പോലത്തെ ഇതുപോലത്തെ ടെക്നിക്കൽ ചേഞ്ചസിന് ഒരുപക്ഷെ ഇന്നോവേറ്റബിൾ പാർട്സ് ആയിരിക്കും ഇപ്പം ചിലപ്പോൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തോന്നിപ്പോയി. ഏതായാലും കൊറോണ എന്ന ഒരു പാൻഡമിക്കിനെ നമ്മൾ വിജയകരമായിട്ട് ബ്രില്യൻ്റ് അതിജീവിച്ചു. അത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളിത് ഈ ഒരു പോസ്റ്റ് കൊറോണ പീരീഡിൽ ഇത് ഓൺലൈൻ സിസ്റ്റം പാരലായിട്ട് ഓഫ്ലൈൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് തിരിച്ചു വന്നാലും നമുക്ക് ഓൺലൈൻ ഒരു ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ലോകത്തിൽ എവിടെ ഇരുന്നാലും ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആകാനുള്ള ഒരു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബോട്ട് പ്ലസ് എന്ന് പറഞ്ഞ സ്കൂൾ പ്ലസ് എന്ന് പറഞ്ഞ പുതിയ കോഴ്സുകൾ വരെ നമ്മൾ ആരംഭിച്ചു. അതുപോലെ പറഞ്ഞാൽ BWWTS, ബ്രില്യൻറ്റ് വേൾഡ് വൈഡ് ടെസ്റ്റ് സീരീസ്, ലോകത്തിൽ എവിടെ ഇരുന്നും പിള്ളേർക്ക് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റുകൾ എഴുതാനായിട്ട് പറ്റും. ബാക്കി നോർമൽ ബാച്ചസിൽ ഒന്നും ചേരാൻ സാധിക്കാത്തവർക്കും നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ്, അത് ഇക്കൊല്ലം നമ്മുടെ ടെസ്റ്റ് സീരീസ് ഇക്കൊല്ലം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ കോഴ്സുകളും പുതിയ ബാച്ചുകളും നമുക്ക് ആരംഭിക്കാനും ഈ കൊറോണ പീരീഡിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ ബോൾഡ് ഡിസിഷൻസ് ആയിരുന്നു. അത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ മുത്തോലിയിൽ നിന്നും പാലായ എൻട്രൻസ് എഡ്യൂക്കേഷന്റെ ഹബ്ബായിട്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ മാറ്റി. പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ വിദ്യാഭ്യാസ പുരോഗതി ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ ഡയറക്ടേഴ്സ് വഹിച്ച നിർണായകമായ പങ്ക് ഒന്ന് വിശദമാക്കണം. തീർച്ചയായിട്ടും
ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ വന്നാൽ പിന്നെ പല ഒരു എൻട്രൻസ് കോച്ചിങ്ങിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം മറ്റു പല സ്ഥാപനങ്ങളും പലതിൽ വരികയും ചെയ്യും. അതിന് തീർച്ചയായിട്ടും ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബ്രില്യൻറ്റ് ഡയറക്ടേഴ്സ് തന്നെയാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പാലായുടെ എക്കോണമി, മുത്തോലി പഞ്ചായത്തിൻ്റെ എക്കോണമി, ഈ ഒരു പ്രദേശത്തിൻ്റെ എക്കോണമിയെ തന്നെ ഏറ്റവും മാറ്റിമറിക്കാനായിട്ട് സെബാസ്റ്റ്യൻ സാറ് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ പൂർണ്ണമാകില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. സെബാസ്റ്റ്യൻ സാറ് എ മാൻ ഓഫ് മെച്യൂരിറ്റി അല്ലേ, അപ്പം ഏറ്റവും കൂടുതൽ എന്നാ നമ്മൾ പറയല്ലേ ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ സാറ്. പിന്നെ ജോർജ് സാർ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എ മാൻ ഓഫ് അഡ്വഞ്ചറസ്, ബോൾഡ് ആൻഡ് അഡ്വഞ്ചറസ് ഡിസിഷൻ മേക്കിംഗ്. ജോർജ് സാറിൻ്റെ തലക്കൂടെയാണ് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ, പുതിയ കോഴ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കൂടുതലും വരുന്നത് ജോർജ് സാറിൻ്റെ തലകളിൽ. അപ്പം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബാക്കി ഡയറക്ടേഴ്സ് കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ സ്റ്റീഫൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൻ ഓഫ് സിംപ്ലിസിറ്റി, അതാണെങ്കിൽ മച്യൂരിറ്റി. അപ്പോൾ എല്ലാ ഡിസിഷൻസും ഏത് കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാൾ സ്റ്റീഫൻ സാറിനെ കുറിച്ച് നമുക്ക് പറയാം. സന്തോഷ് സാർ എ മാൻ ഓഫ് ഐഡിയാസ്, ഒരുപാട് കാര്യങ്ങൾ ഐഡിയാസ് ഉള്ളായിരുന്നു. സന്തോഷ് സാർ MBA കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് പല കാര്യത്തിലും നമുക്ക് ബ്രില്യൻറ്റ് ഒരു സിസ്റ്റം തന്നെ ഉണ്ടായി. അപ്പം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഒരു നോംസ്, പല കാര്യത്തിനും നമുക്കൊരു നോംസ് ഉണ്ടാക്കി സന്തോഷ് സാറിൻ്റെ MBA കഴിഞ്ഞ് വന്നതിന് ശേഷം. പക്ഷെ ഒരു അഡ്വഞ്ചറസ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ, അത് പിന്നെയും പറയാതിരിക്കാൻ പറ്റത്തില്ല, ജോർജ് സാറിൻ്റെ തലക്കടി അത് പോകുന്നുള്ളൂ, ജോർജ് സാറിൻ്റെ ഇവിടെയാണ് ഈ ഐഡിയാസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവരുടെ 4 പേരുടെയും കട്ട സപ്പോർട്ടോട് കൂടിയാണ്, ഒത്തൊരുമയാണ്. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് ഒരു സാർ ഇവിടെ വന്നു. സാറ് 1 മാസം 2 മാസം ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ച് എത്ര വർഷമായി? ഞാൻ പറഞ്ഞു 35 വർഷം, 34 വർഷം ഏതാണ്ടായി പറഞ്ഞത്. സാറിൻ്റെ തല കൈ വെച്ചിട്ട് പറയും, ഒരു ഡയറക്ടർമാരുടെ കീഴിൽ 37 വർഷം ഒരാൾക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ഞാനാണ് 5ാമത്തെ 6ാമത്തെ ദിവസമാകുന്നതാണ് 15 വർഷം. അപ്പം അങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ പിന്നെ നമുക്കവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഡയറക്ടർ ബോർഡിനെ കുറിച്ച് പറയുമ്പം ഒരു കാര്യം നമ്മൾ പറയുന്നത് മനുഷ്യ സ്നേഹികളാണ്. എന്തുമാത്രം ആ ഒരു ലോകം അറിയാത്ത എന്തുമാത്രം ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹൗസിംഗ് സ്കീം, പല ജലമൈത്രി പോലീസുമായിട്ട് സഹകരിച്ചിട്ട് എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ബ്രില്യൻറ്റിൽ ഏകദേശം 20% സ്റ്റുഡൻസ് ഒരു ഫീസും കൊടുക്കാതെയാണ്. കാശില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾക്കും എൻട്രൻസ് കോച്ചിങ് നിഷേധിക്കപ്പെടരുത് എന്നവർക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ അതുപോലെ ഫീ കൺസെഷനിലൂടെ പഠിപ്പിക്കും. പിന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു വരേണ്യവർഗത്തിന് മാത്രമായിരുന്നു MBBS ഇങ്ങനത്തെയൊക്കെ. അത് സാധാരണക്കാർക്ക് പ്രാപ്തമാക്കിയതിൽ ബ്രില്യൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ പങ്ക് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ പാലായുടെ എക്കോണമി, മുത്തോലി പഞ്ചായത്തിൻ്റെ എക്കോണമി, പിന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇതാണ് ടാക്സ് കൊടുക്കുന്ന കാര്യത്തിലാണ്. ബെസ്റ്റ് ടാക്സ് പേയർക്കുള്ള അവാർഡ് മിക്കവാറും എല്ലാ വർഷവും നമ്മൾ ബ്രില്യൻറ്റിന് തന്നെ കിട്ടുന്നു. ഒരു തരത്തിലും ഒരിടത്തും കള്ളത്തരങ്ങൾ കാണിക്കാതെ ഏറ്റവും സുതാര്യമായിട്ട് എല്ലാ കാര്യത്തിലും. പിന്നെ നമുക്കറിയാം എത്രയോ ആളുകൾ കാണാം, 1000-1000-ലധികം ആളുകൾക്ക് നേരിട്ടും അത് ഒരു 10,000-2000-ഓളം പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ബ്രില്യൻറ്റ് മൂലം എത്രയോ തൊഴിൽരഹിതരായ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ തൊഴിലില്ലായ്മ എത്രയോ വലുതായാലും എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡിന് അർഹരാണ് നമ്മുടെ ഡയറക്ടർമാരെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനില്ല. 37 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പല ബ്രില്യൻറ്റ് സ്റ്റഡീസ് എന്നത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും എന്താണ് ബ്രില്യൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബ്രില്യൻറ്റിനെ വ്യത്യസ്തമാക്കുന്ന ബ്രില്യൻറ്റിനെ നയിക്കുന്നവർ തന്നെയാണ്, ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർ ബോർഡ് തന്നെ. പിന്നെ ഒരു ബ്രില്യൻറ്റ് സിസ്റ്റം, നമ്മുടെ ബ്രില്യൻറ്റിലെ സിസ്റ്റത്തിനെ ഞാനൊരു ബ്രില്യൻറ്റ് സിസ്റ്റം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ ബ്രില്യൻറ്റ് സിസ്റ്റം ഇതിൽ ഡയറക്ടർമാർ മുതൽ താഴെ ആ ഒരു ബ്രില്യൻറ്റ് ടീം എന്ന് നമ്മുടെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. ഡയറക്ടർമാർ മുതൽ ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള ഒറ്റ ഒരു യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. ഈ ഡയറക്ടർമാരെ അന്വേഷിച്ച് ഡയറക്ടർ റൂമിൽ ആരും കാണാറില്ല. അവരെല്ലാവരും എപ്പോഴും എല്ലാവരുടെയും കൂടെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്രില്യൻറ്റ് സിസ്റ്റം. പിന്നെ ബ്രില്യൻറ്റിനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മുടെ ക്ലാസ് മെൻറ്ററിങ് സിസ്റ്റം. അത് ക്ലാസ് മെൻറ്ററിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാമായിരിക്കും, നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോ ഗ്രൂപ്പിനും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരിക്കും, ഒരു ക്ലാസ് മെൻറ്റർ ഉണ്ടായിരിക്കും. അവരിപ്പോൾ 40 പേരുടെ ആണെങ്കിലും 80 പേരുടെ ബാച്ചാണെങ്കിലും ഓരോ ക്ലാസ് മെൻറ്റർ. ഈ ക്ലാസ് മെൻറ്റർമാരുടെ ഒരു ഗ്രൂപ്പിന് ഒരു ഗ്രൂപ്പ് ലീഡർ,
പിന്നെ നമ്മുടെ സെൻറ്റേഴ്സിൽ സെൻറ്റർ കോർഡിനേറ്റേഴ്സാണ്. ഇവർ പേരൻസുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ഒരു ദിവസത്തെ എക്സാം എഴുതിയില്ലെങ്കിൽ ആ പേരൻ്റ് അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. ഈ ക്ലാസ് ടീച്ചർ ആ പേരൻറ്റിനെ വിളിച്ചിരിക്കും. അത് ഏത് ബാച്ചാണെങ്കിലും ആ പേരൻ്റ് അത് അറിഞ്ഞിരിക്കും. അപ്പം പിള്ളേർ എക്സാം സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി തന്നെ കുറയും. അറ്റൻഡൻസ് ഇവിടെ വരുന്നതാണെങ്കിലും ഓൺലൈൻ എക്സാം ആണെങ്കിൽ പോലും ഒരു കുട്ടി എക്സാം എഴുതുന്നില്ലെങ്കിൽ ആ പേരൻ്റ് അത് അറിഞ്ഞിരിക്കും. എന്താണ് കാരണം എന്നുള്ളതിൽ നമുക്ക് അതിനെക്കുറിച്ച് അപ്പോൾ ഇന്ന് ദിവസം എക്സാം നടന്നു. പിന്നെ ഈ ക്ലാസ് മെൻറ്ററിങ് സിസ്റ്റമാണ് ബ്രില്യൻറ്റിൻ്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ നമ്മുടെ അപ്ഡേറ്റഡ് നോട്ട്സ്, അപ്പോൾ 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും നമ്മൾ നോട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാരമ്പര്യം, നമ്മുടെ 37 വർഷത്തെ പാരമ്പര്യം. അത് അവകാശപ്പെടാൻ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും, അതുപോലെ ഈ 37 വർഷം അതുപോലെ 10, 20, 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡസൻ കണക്കിന് പ്രൊഫസേഴ്സിനെ നമുക്കിവിടെ എടുക്കണം. അവരുടെ ആരോഗ്യസ്ഥിതി പോലും അവർ അവഗണിച്ച് അവരുടെ ബ്രില്യൻ്റ് എന്ന ടീമിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന എത്രയോ പ്രൊഫസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ബ്രില്യൻ്റ് ടീം, ഞാൻ പറഞ്ഞ ഡയറക്ടേഴ്സ്, ഫാക്കൾട്ടി മെമ്പേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, സെൻട്രൽ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, ഡ്രൈവേഴ്സ്, ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റം വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാമറ പീപ്പിൾ, ഒരു എഡിറ്റേഴ്സ്, ഇങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഏറ്റവും വലിയ ഡയറക്ടർ ആണെങ്കിലും ഏറ്റവും ചെറിയ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും ഒരു എമിനൻറ്റ് പ്രൊഫസർ ആണെങ്കിലും ഇവരെല്ലാവരും ഒരേ ലെവലിൽ ഒരേ ക്യാൻറ്റീനിൽ ഒരുപോലെ ഭക്ഷണം കഴിച്ച് ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു സിസ്റ്റം ലോകത്തിൽ ഒരിടത്തും കാണത്തില്ല. അത് ബ്രില്യൻറ്റിൽ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷേ ഇതായിരിക്കും സാർ പലപ്പോഴും നമ്മൾ ടീം ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ടീം ബ്രില്യൻറ്റിൽ എല്ലാവരും ഉണ്ട്, എല്ലാം അതിൻ്റെ അകത്ത് ടീം ബ്രില്യൻറ്റിൻ്റെ ഒറ്റ വാക്കിൽ എല്ലാം ഉണ്ട്. അതാണ് ബ്രില്യൻറ്റിനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വർദ്ധിച്ചത്. ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് മാറുന്ന വീണ്ടും ഒരു ട്രാൻസിഷനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു കാലയളവിൽ സ്റ്റുഡൻസിന് നൽകാൻ ബ്രില്യൻറ്റിന് എന്തൊക്കെ സർപ്രൈസുകളാണ് സംഭവം? തീർച്ചയായിട്ടും നമ്മൾ ഓഫ്ലൈനിലേക്ക് മാറുകയാണ്. ഓഫ്ലൈനിലേക്ക് ഇനി മാറാതെ നമുക്ക് പറ്റത്തുമില്ല. അപ്പം ബ്രില്യൻറ്റിന് നൽകാൻ സാധിക്കുന്ന സർപ്രൈസുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് ബൈബിളിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്, വന്ന് കാണുക. വരിക, കാണുക, വന്ന് കാണുക. അത് ഡയറക്ടേഴ്സ് ഉണ്ട് കോമ്പറ്റൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു പബ്ലിക്കിനോടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത്, എന്തൊക്കെ സർപ്രൈസുകളാണ് നിങ്ങളിവിടെ പുതിയ ക്യാമ്പസിലേക്ക് നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ 1,00,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2,000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമുള്ള അത് എല്ലാ മോഡേൺ ഫെസിലിറ്റീസുള്ള ക്യാമ്പസിലേക്ക്, പുതിയ ക്യാമ്പസിലേക്ക് നിങ്ങൾ വന്ന് കാണുക. ബൈബിളിലെ ആ സെൻറ്റൻസ് തന്നെ ഞാനൊന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, വന്ന് കാണുക. അപ്പോൾ നമുക്ക് ആ സർപ്രൈസിനെ കുറിച്ച് അത് റിയലി സർപ്രൈസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 37 വർഷമായി ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനൊപ്പമുണ്ട് റോയ് തോമസ് സാർ. സാർ, ഇനി എന്തൊക്കെയാണ് ബ്രില്യൻറ്റിനൊപ്പമുള്ള സാറിൻ്റെ ആഗ്രഹങ്ങൾ? നമ്മൾ പറയാറുണ്ടല്ലോ, നേടിയ കാര്യങ്ങൾ അനവധിയാണ്, പക്ഷെ നേടാനുള്ളത് അതിലധികവുമാണ്. അങ്ങനെ ഇതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബ്രില്യൻറ്റിലൂടെ എനിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലധികം കാര്യങ്ങൾ ഇനിയും നേടാൻ സാധിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, എന്നെ തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ ഒരു വിജയം വരിച്ച അധ്യാപകനാണ്, ഒരു വിജയം വരിച്ച മനുഷ്യനാണ്. അപ്പം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ 99% ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് ബ്രില്യൻറ്റിനാണ്, ബ്രില്യൻറ്റ് ടീമിനാണ്. അപ്പം ഇനിയും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമാണ്. അപ്പം ഞാൻ 84 തുടങ്ങി, 84 ആദ്യത്തെ ബാച്ചിലെ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ മക്കൾ ഓൾറെഡി ഇവിടെ വന്ന് പഠിച്ചു, എൻട്രൻസ് പഠിച്ചു പോയി. അവരുടെ മക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മക്കളെയും കൂടി എൻട്രൻസ് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കും. അതിന് ജഗദീശനെ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ എന്തൊക്കെ നമുക്ക്, അതുപോലെ എനിക്ക് ബ്രില്യൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് ബ്രില്യൻറ്റിന് കൊണ്ട് ഒരു ദിവസം ഒരു വർക്കെങ്കിലും നോൺ അക്കാഡമിക് ആഡ് ചെയ്യാൻ ബ്രില്യൻറ്റിന് ചെയ്യാം. പണ്ടൊക്കെ ഡയറക്ടേഴ്സ് നേരിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ റോഷ് അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിനൊരു റൈറ്റപ്പ് തയ്യാറാക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാം കോർഡിനേറ്റേഴ്സായി. അപ്പം ഇവർ ഡയറക്ടർമാരുടെ കോർഡിനേറ്റേഴ്സ് പറയും ഇതെല്ലാവരും അവസാനം എൻ്റെ അടുത്ത് തന്നെ വരാറുണ്ട്. അപ്പം ഒരു ദിവസം ഒന്നിലധികം വർക്കുകൾ വരും. രാത്രി മിഡ്നൈറ്റ് ഒരുപാട് സമയം വരെ, ചിലപ്പം 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമ്മളിപ്പോൾ 7-8 ക്ലാസ്സുകൾ വരെ IIT ജൂനിയർ ബാച്ച് എന്നൊരു സങ്കല്പം
അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ബ്രോഷർ, അതിൻ്റെ ഒരു കോഴ്സ് ഡിസ്ക്രിപ്ഷൻ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്നൊക്കെ ഞാൻ അതിൻ്റെ വർക്കിലായിരുന്നു. അതുപോലെ നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി എഴുതണമെന്ന് സ്റ്റീഫൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ടൊന്ന് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ട്, അതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നൊന്ന് പോയി എന്ത് അവധി ദിവസം കണ്ടാലും എന്ത് ഫംഗ്ഷൻ എവിടെ പോയാലും ഏത് ഫംഗ്ഷനും പോയാലും ബ്രില്യൻറ്റിൽ നിന്നൊരു വിളി എനിക്ക് ഉറപ്പാണ്. അതല്ല അതുകൊണ്ട് ജീവിതം ആക്റ്റീവായിട്ട് തന്നെ പോകുന്നു. അതിൽ ഞാൻ എപ്പോഴും അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് ബ്രില്യൻറ്റ് എനിക്ക് സംഭാവനകൾ തന്ന പോലെ തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് അപ്പം ഇനി ഞാൻ പറഞ്ഞില്ല, അടുത്ത ജനറേഷനെയും കൂടെ പഠിപ്പിച്ച് അതിനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. 37 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് പല ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്. നമ്മൾ റോയ് തോമസ് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കി ബ്രില്യൻറ്റിലെ ആദ്യകാല സംഭവങ്ങളും അതോടൊപ്പം ചരിത്രത്തിലെ നിർണായകമായ മാറ്റങ്ങളും. റോയ് തോമസ് സാറിൽ നിന്നും നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഏതൊരു വിദ്യാർത്ഥിയും ഒരു സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ആ സ്ഥാപനത്തിന്റെ റിസൾട്ട്, രണ്ടാമതായി അതിന്റെ പ്രൗഢമായ പാരമ്പര്യവും. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വരിക, കണ്ടറിയുക. റോയ് തോമസ് സാർ പറഞ്ഞതുപോലെ കണ്ടറിയുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. സ്നേഹപൂർവ്വം. താങ്ക് യു.